ഞങ്ങൾ നമ്മുടെ ആലുവ മണപ്പുറത്തെത്തി. അപ്പോൾ അവിടെ തിരക്കങ്ങടായി വരണുള്ളൂ. അതായത് ഒരു 4 മണി ടൈമിലാണ് കേട്ടോ. നമ്മുടെ ഞായറാഴ്ചയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് പോയപ്പോൾ അവിടെ കയറിയപ്പോൾ നമ്മളെ പഴയ മിഠായികൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലുവ മിഠായി ഒക്കെ എന്നിട്ട് പല്ലൊട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയത് നമ്മുടെ ശിവരാത്രി ഫെസ്റ്റിവലിൻ്റെ ഒരു 100 രൂപ ഒരാൾക്ക്. പക്ഷെ അതിൽ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ ചാലക്കുടി മാജിക് ലാൻഡ് എക്സ്പോയിൽ വന്ന പോലെ തന്നെ അതിലും ഇത്തിരി വെറൈറ്റിയാണ്. ഇത് ഫുൾ കിളികളാണ്, ബേർഡ്സ്. നമ്മുടെ ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതായത് ബേർഡ്സ് ഇങ്ങനെ അവരെ വെറുതെ അതിൽ അവരാ ചില്ലയിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അവരെ ഇങ്ങനെ പറക്കണത് കാണാനും ഫുൾ AC ആണ്. അപ്പം കിളികൾക്കും നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അടിപൊളി ഫീലായിരുന്നു. എൻ്റെ മോനൊക്കെ തുള്ളിച്ചാടായിരുന്നു. കിളി പോകുമ്പോൾ കിളീനെ പിടിക്കാൻ നോക്കാം. പിന്നെ പാമ്പുകളുണ്ടായിരുന്നു. പിന്നെ ഇഗ്വാനാസ്, നമ്മുടെ കേരളത്തിലെ വലിയ ഇഗ്വാനാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സെൽഫി പോയിൻ്റ്, ഇപ്പോൾ എല്ലാ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് സെൽഫി പോയിൻ്റ് ഉണ്ട്. അതായത് പാമ്പിനെ കഴുത്തിലൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. ഈ കിളികൾ പറക്കുമ്പോൾ തന്നെ നമുക്കളെക്കാളും നമ്മുടെ മക്കൾ സന്തോഷിക്കുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുക. അങ്ങനെ കിളീനൊക്കെ കണ്ട് കിളീനൊക്കെ പിടിക്കാൻ നോക്കിയിട്ടാൾ. പാമ്പിനെ എനിക്ക് പേടിയായിട്ടുണ്ട്. പാമ്പിൻ്റെ വീഡിയോ മാത്രം എടുത്തു കേട്ടോ. പാമ്പ് പണ്ടേ ഒരു പേടി സ്വപ്നമാണ്. അപ്പോൾ പാമ്പിനെ മാത്രം കണ്ടു. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈ സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ക്രെയിൻ വെച്ചിട്ട് സ്കൈ ഡൈനിങ് എന്നാണ് പറയുക. അതായത് ക്രെയിൻ വെച്ച് ഉയർത്തും ഒരു 130 അടി. നമുക്ക് തന്നെ നമ്മുടെ വീട് 10 അടി. അതായത് നമുക്ക് പേടിയില്ലാത്തവർക്കല്ല, അതായത് ഭയങ്കര ഒരു എന്നിട്ടാ അതൊരു വെറൈറ്റി സംഭവമാണ്. അതായത് ത്രില്ലായിട്ട് കാണുന്നവർക്കൊക്കെ കയറാൻ പറ്റിയൊരു സംഭവമാണ്. സ്കൈ ഡൈനിങ് ടേബിൾ അടിപൊളിയാട്ടോ. അത് നിങ്ങൾ അവിടെ ആലുവ മണപ്പുറത്ത് പോയില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കയറേണ്ടതാണ്. അടിപൊളിയാണ്. ഒരു പ്രത്യേക വെറൈറ്റി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ സ്ഥിരമുള്ള മരണക്കിണർ, പിന്നെ നമ്മുടെ കളിക്കാനുള്ള കുറേ വഞ്ചി, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും ഇരുട്ടൊക്കെ ആയി ഞങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കണ്ട സംഭവമാണ് റോബോട്ട്സ്. അടിപൊളി. ഞാൻ പേടിച്ചു റോബോട്ടിനെ. മനുഷ്യജീവി പോലെ. ഇത് നമ്മുടെ കാളയാണെന്ന് വെച്ചാൽ കാളയരൊക്കെ ഒരു മോഡല്. അടിപൊളിയായിരുന്നു റോബോട്ട് നടക്കണതൊക്കെ. പിന്നെ നമ്മുടെ ചാലക്കുടി വന്നൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ എന്നിട്ടാ മത്സ്യകന്യക. അത് സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. ഗുഡ് ഫീൽ ആൻഡ് നല്ലൊരു അടിപൊളി. അതായത് മത്സ്യകന്യക എന്ന് പറയുന്നത് ഞാൻ അന്ന് കണ്ടതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും വരാം. ടാറ്റ. എൻജോയ് ചെയ്യാം. ഓക്കെ, ബൈ.